നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ ഹലോ പ്രിയ, ഞാനാ. വരുൺ എവിടെ? ചേച്ചി എന്തിനാ വരുണിന്റെ കാര്യം അന്വേഷിക്കുന്നത്? അത് ഞാനിന്നലെ വരുണിനെ സ്വപ്നം കണ്ടു. നാണമില്ലേ ചേച്ചിക്ക്? അനീതിയുടെ ഭർത്താവിനെ മനസ്സിൽ കൊണ്ട് നടന്ന് സ്വപ്നം കണ്ട് വിളിച്ചു പറയാൻ. മോളെ, അങ്ങനെയല്ല. വരുൺ എന്തോ അപകടം പറ്റിയെന്നാ ഞാൻ സ്വപ്നം കണ്ടത്. അതിന്റെ കാര്യം വിളിച്ചു പറയാൻ വേണ്ടി ഞാൻ ആ ഒരു ടെൻഷനിലാണ് എന്നെ ഇപ്പൊ വിളിച്ചത്. മനസ്സിലായി. വരുൺ ചേച്ചിയാണ് താലി കെട്ടിയതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കണം. ഇനി വരുണിലും കണിമംഗലത്തെ സ്വത്തിലും അവകാശം പറയാൻ വരുന്നുണ്ടോ? പ്രിയേ, നീ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എനിക്കൊന്നും കേക്കണ്ട. നാണം കെട്ട ജന്മം. മോളെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താടി? ഒന്നുമില്ല. ഫോണിങ്ങിതാ. മുത്തശ്ശി ഇങ്ങോട്ട് തോടി. മുത്തശ്ശി, ഹലോ, ഞാനാ മുത്തശ്ശി. ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ. ഇന്നലെ രാത്രി വരുണിനെ സ്വപ്നം കണ്ടൂന്ന്. വരുണിനെ അന്വേഷിച്ച് വിളിച്ചതാ. അതിന് ഇവളെന്തിനാ വരുണിനെ അന്വേഷിക്കുന്നേ? എന്റെ ജീവിതം ഇല്ലാതാക്കാൻ തന്നെ, അല്ലാതെ എന്തിനാ? ദേ മുത്തശ്ശി, ചേച്ചിയുടെ മനസ്സിൽ വേറെന്തോ ഉദ്ദേശമുണ്ട്. അത് എന്നെ ബാധിക്കാതെ നോക്കേണ്ടത് മുത്തശ്ശിയുടെ ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എന്തിനാടി നീ ജീവിക്കുന്നേ? അനിയത്തിന്റെ ഭർത്താവിനെ കിട്ടിയുള്ളോ സ്വപ്നം കാണാൻ? എന്നിട്ട് അവളെ വിളിച്ച് ചോദിക്കുന്നു, ഇനിയിപ്പൊ അവളുടെ കൂടെ പൊറുക്കാൻ അങ്ങോട്ട് പോണോന്നുണ്ടോ നിനക്ക്? മുത്തശ്ശി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നല്ല ഉദ്ദേശത്തില ഞാൻ ചോദിച്ചേ. നിന്റെ ഒരു ഉദ്ദേശം എനിക്ക് കേൾക്കണ്ടടി. അവിടെ കിടക്കടി. മുത്തശ്ശി, മുത്തശ്ശി, നിന്നെ കൊന്നോളാം ഞാൻ. കൊന്നോടി നിന്നെ ഞാൻ. മുത്തശ്ശി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. മുത്തശ്ശി വേണ്ട, മുത്തശ്ശി വേണ്ട. നിന്നെ അങ്ങനെ ഞാൻ വെറുതെ വിടത്തില്ലടി. അത്രയ്ക്കായോടി. പറയട്ടെ പ്ലീസ് മുത്തശ്ശി. വാടി ഇവിടെ. ഞാൻ പറയട്ടെ പ്ലീസ്. ഇവിടെ വരാൻ. പ്ലീസ് മുത്തശ്ശി. അയ്യോ, ഞാൻ പറയട്ടെ. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്ന നീയല്ലേ? പ്രിയപ്പെട്ട അമ്മ ഒരു കാര്യം ചെയ്, മോളെ അണിയിച്ചൊരുക്കി കണിമംഗലത്ത് കൊണ്ടുവന്നാക്ക്. എന്നിട്ട് അനിയത്തിയും ചേച്ചിയും കൂടി ഒരാളുടെ കൂടെ തന്നെ അങ്ങ് പൊറുക്കട്ടെ. എന്തൊക്കെ വൃത്തികേടാ അമ്മയെ വിളിച്ച് പറയുന്നേ? വൃത്തികേട് ചെയ്തത് ഇവളാണി. ഇവളിപ്പോ പ്രിയങ്കയെ വിളിച്ചിരുന്നു. എന്തിനാന്നറിയോ? വരുണിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.